പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു കർത്താവെ സ്തോത്രം, യേശു കർത്താവെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Adore you, Jesus. Worship you, Jesus. Love you, Jesus. Trust in thee, Jesus. Hallelujah. Praise you, worship you, adore you, Jesus. Thank you, Jesus. ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം 1 കൊറിന്ത്യൻസ് 3 16 മുതൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മൾ ഇതിനോട് അഗ്രി ചെയ്യുന്നുവോ എന്നതാണ്. നമ്മളിത് അറിയുന്നുവോ? നമുക്കിത് അറിയാമോ? നമ്മൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള കാര്യം നമ്മൾക്ക് അറിയാമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം ആകുന്ന നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നിർമ്മലമായി സൂക്ഷിക്കാത്തവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, പരിശുദ്ധമായിരിക്കേണ്ടതാണ്. ആ ആലയം നിങ്ങൾ തന്നെ. അതൊരു യാദൃച്ഛികമാകാം. ഇറ്റ് ഈസ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരാളെന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയുകയാണ്, ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടു, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത്, ഈ കാലഘട്ടത്തിൽ ആളുകൾ ആത്മഹത്യയെക്കുറിച്ച് വളരെ ഈസി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ആ ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ അതിനുള്ള ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ എത്രയോ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പം ഇന്ന് കിട്ടിയ വചനഭാഗവും അതിന് വളരെ ആപ്റ്റാണ്. കാരണം ഈ വചനഭാഗമാണ് ഞാൻ ഇന്നലെ എടുത്തു വെച്ച വചനഭാഗമാണ്. ഇന്നാണ് ഈ യുവാവിൻ്റെ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി ജോലിയുടെ ഇടയിലാണ്, വൈകുന്നേരം വിളിക്കട്ടെ. ഓക്കെ, 8 മണിക്ക് വിളിക്കുക. ഇതുവരെ ഇപ്പോൾ രാത്രി 11:30 ഇതുവരെയും വിളിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ ഈ വീഡിയോ കാണുമെന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ആത്മഹത്യ ഒന്നിനും പോംവഴിയല്ല എന്നുള്ള കാര്യം ആദ്യമേ ഈ പ്രവണതയുള്ളവർ മനസ്സിലാക്കണം. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വെച്ച് തരുന്നത് സാത്താനാണ്. നിന്റെ ജീവിതം തകർന്നു, ഇനി നിനക്ക് മുന്നോട്ട് ഒരു പാതയുമില്ല എന്നുള്ള ചിന്ത പ്ലാന്റ് ചെയ്യുന്നത്, നമ്മൾ നിരാശയിലേക്ക് നയിക്കുന്നത് സാത്താൻ്റെ കുടില തന്ത്രമാണെന്ന്
നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം സാത്താനെ ചെറുക്കാൻ ഒരേ ഒരു മാർഗം, നമ്മൾ നമ്മുടേതല്ല, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന തിരിച്ചറിവ്, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രാർത്ഥനയിലൂടെ അത് പരിഹരിക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസം, കർത്താവിൻ്റെ വചനത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അനുദിനം കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിന് യോഗ്യമായ രീതിയിൽ നമ്മിലെ അശുദ്ധിയെല്ലാം മാറ്റി നിർമ്മലമായ ഒരു ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നലെ ബുക്ക് സ്റ്റോളിൽ പോയി വാങ്ങിച്ചാണ് ഈ ബുക്ക്. ഒറ്റയിരിപ്പിന് പകുതിയായി. ലെഫ്റ്റ് ടു ടെൽ. അപ്പോൾ ഇവര് റുവാണ്ടയിലെ വലിയ നരഹത്യ, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട നരഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണ് ഈ വനിത പറയുന്നത്. 7 പേര് 4 അടി നീളവും 3 അടി വീതിയുമുള്ള ഒരു ബാത്റൂമിനകത്ത് 91 ദിവസം ഒളിച്ചു താമസിക്കുകയും അതിനിടയിൽ പല പ്രാവശ്യം ആ റൂമിൻ്റെ അടുത്ത് വരെയും കൊലപാതകികൾ എത്തുകയും, ഇവർക്ക് ഒരായുധമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. അപ്പം സാത്താൻ ഇവരോട് പറയുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, നീ കൊല്ലപ്പെടുക തന്നെ ചെയ്യും, നീ ബലാത്സംഗം ചെയ്യപ്പെടും, നിന്റെ ജീവിതാന്ത്യം എത്തിയിരിക്കുന്നു എന്ന് സാത്താൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാത്താൻ ഈ വക ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് ഇടുകയാണ്. ഇവരുടെ കുടുംബമെല്ലാം അപ്രത്യക്ഷമായിപ്പോയി, ആ ഗ്രാമം അപ്രത്യക്ഷമായിപ്പോയി. പക്ഷെ ഇവരൊരു 6 പേര് 91 ദിവസം ആ ഒരു കുടുസ് മുറിയിൽ കഴിച്ചുകൂട്ടുകയും അവസാനം രക്ഷപ്പെടുകയും ചെയ്യുന്ന കഥയെന്ന് പറഞ്ഞാൽ പറ്റില്ല, യഥാർത്ഥത്തിൽ നടന്ന കാര്യം. അപ്പോൾ പലപ്പോഴും ഇവർ പറയുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംശയവും നിരാശയും കടന്നു വരുന്നു. അത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഒരിക്കലും ലെഫ്റ്റ് ടു ടെൽ എന്ന് പറയുമ്പോൾ സഹോദര അല്ലെങ്കിൽ സഹോദരി, വ്യക്തമായിട്ട് ഞാൻ പറയാം, ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെയായി നിരാശയുടെ പടവുകൾ ചവിട്ടിയിട്ടുള്ളവരാണ്. ഇനി രക്ഷയില്ല, ഒരു പോംവഴിയില്ല എന്ന ചിന്ത പിടികൂടാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ചില അവസ്ഥകളിൽ അങ്ങനത്തെ ചിന്തകൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കടന്നു വരുന്നു. പക്ഷേ ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ള ചിന്ത, പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കുമെന്ന് അവൻ നമുക്ക് നൽകിയ വാഗ്ദാനം നടപ്പാകുക തന്നെ ചെയ്യും എന്ന വിശ്വാസം, ഇവയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയി ലെഫ്റ്റ് ടു ടെൽ നമ്മളെ ബാക്കി വച്ചിരിക്കുന്നു നമ്മുടെ സാക്ഷ്യങ്ങൾ വിളിച്ചോതാൻ. എല്ലാവർക്കും ഈ ലെഫ്റ്റ് ടു ടെൽ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ ബാക്കി വച്ചിരിക്കുന്നു. കർത്താവ് എന്തിനാണ്? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികൾ
മറ്റുള്ളവരെ അറിയിക്കാൻ, ക്രിസ്തുവിൻ്റെ സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കാൻ. അപ്പോൾ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ നിർമ്മലതയുള്ളവരാകാം. നമ്മൾ നമ്മളുടേതല്ല, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഒരു പുൽക്കൂടെന്ന രീതിയിൽ നമ്മളെ തന്നെ സങ്കൽപ്പിച്ച് കർത്താവ് നമ്മിൽ വീണ്ടും ജനിക്കുന്നതായി നമുക്ക് സങ്കൽപ്പിക്കാം. അതിനായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ജീവിതത്തിൽ വന്ന നിരാശകളടക്കം സർവവും നമുക്ക് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലുള്ള സകല അശുദ്ധാത്മാക്കളെയും അവൻ ഓടിച്ച് പുറത്താക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കുവാനുള്ള ശക്തി തരേണമേ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. കാരണം സാത്താൻ ഒരു ചിന്തകളിലൂടെയാണ് നമ്മളെ പരാജയപ്പെടുത്തുന്നത്, നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ചിന്ത, നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതോറും അത് ആഴമേറിയ ചിന്തയാകുന്നു. പിന്നെ നമ്മളെ ചിന്ത ഗൗരവമായിട്ടെടുക്കുന്നു, പിന്നെ അത് നമ്മളെ നശിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനിലേക്ക്, അബ്ബാ പിതാവേ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളിലെ അന്ധകാരത്തെ വെളിച്ചമാക്കണമേ, അങ്ങയുടെ പ്രത്യാശയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിനൊത്ത യോഗ്യതയിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഉരുകിയ മനസ്സോടെ നമുക്ക് കർത്താവിലേക്ക് തിരിയാം. എല്ലാവിധ നെഗറ്റീവ് ചിന്തകളെയും നമുക്ക് മാറ്റിവെക്കാം. അത് സാത്താൻ്റെ പണിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. വചനം വായിക്കുകയും ആ വചനമാകുന്ന ഒരു പോസിറ്റീവ് സദ്വാർത്ത, ക്രിസ്തുവിൻ്റെ സദ്വാർത്ത നമുക്ക് അനുദിനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുകയും ചെയ്യുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ ഈ വക ആത്മഹത്യ ചിന്തകളൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായും അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ ക്രിസ്തു അനുയായികളാണെങ്കിൽ കുമ്പസാരമെന്ന കൂദാശ കൈക്കൊള്ളുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ക്രിസ്തുവിനെ പൂർണ്ണ യോഗ്യതയോടെ സ്വീകരിക്കുക. പലപ്പോഴും ഈ നെഗറ്റിവിറ്റിയിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള നന്മകളെക്കുറിച്ച് ആലോചിക്കുക, അവയ്ക്ക് നന്ദി പറയുക. ഈ ലോകത്തിൽ നമ്മളെക്കാളുമൊക്കെ വളരെ അധികം പ്രശ്നങ്ങളുള്ള മനുഷ്യർ ഉണ്ട്, വേദനകളുള്ള മനുഷ്യരുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് കർത്താവിനെ കൂടുതൽ ആഴത്തിൽ സ്തുതിക്കുവാനുള്ള പ്രചോദനമായി മാറും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആമേൻ.